ഉള്ളത്. ഫാറ്റി ലിവർ നമ്മൾക്ക് വരുന്നത് ഫാറ്റ് ലിവറിൽ അടിഞ്ഞുകൂടുമ്പോഴാണ്. അപ്പോൾ ഈ ഹെപ്പറ്റോസൈറ്റ്സ് ലിവറിലെ ആണല്ലോ IGF-1 ഉണ്ടാക്കുന്നത്. അവയുടെ പ്രവർത്തനം കുറഞ്ഞു പോകും. അപ്പോൾ അത് ജനറലി ഏജ് കാരണം തന്നെ കുറയുന്നുണ്ട്. ഇത് കാരണം കൂടി കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മറ്റു പല പ്രവർത്തനങ്ങളും നടക്കാതാവും. അതുപോലെ മസിൽസ് കുറയും, ബോൺസിന് ശക്തിക്ഷയം സംഭവിക്കും. അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ കോഗ്നിറ്റീവ് പവർ, ചിന്തിക്കാനുള്ള അപഗ്രഥിക്കാനുള്ള കോഗ്നിറ്റീവ് പവർ കുറയും, കോഗ്നിറ്റീവ് ഡിക്ലൈൻ ഉണ്ടാവും. പിന്നെ നമ്മളുടെ ഈ ലോങ് ടേം മെമ്മറി ഒക്കെ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞ ബ്രെയിനിൻ്റെ ഒരു ഭാഗത്താണ് മെയിൻലി നടക്കുന്നത്. അപ്പോൾ ഈ ഹിപ്പോ ക്യാമ്പസിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ IGF-1 പ്രധാന പങ്കുണ്ട്. അതും ഒരു പ്രശ്നമാകും. അപ്പോൾ ലോങ് മെമ്മറി കുറയും. ഇങ്ങനത്തെ പല പല കാര്യങ്ങൾ നമ്മുടെ ബ്രെയിൻ തൊട്ടിട്ട് നമ്മുടെ മസിൽസും ലിംസും വരെ ബോൺസും വരെ ചെയ്യുവാൻ ഈ ഒരു ചെറിയ IGF-1 കഴിവുണ്ട്. നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ലെവൽ ഒപ്റ്റിമം ലെവൽ നിലനിർത്തുവാൻ വേണ്ടത് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്നാണ് ഞാനിന്ന് പറഞ്ഞിരിക്കേണ്ടത്. നമ്മൾ അമിതമായിട്ട് ഒരു ഭക്ഷണവും കഴിക്കരുത്. ഇപ്പോൾ പ്രോട്ടീൻ ആണെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ ഹെൽത്തി ഫുഡ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ എന്ന് പലരും എംഫസിസ് കൊടുത്ത് പറയാറുണ്ട്. ആ എംഫസിസ് ചിലപ്പോൾ നമുക്ക് പ്രശ്നമാകാം. നമ്മൾ പ്രോട്ടീൻ കഴിക്കണം, പക്ഷേ 1 gram per kilogram per body weight വേണ്ടുള്ളൂ. അപ്പം അതും അനിമൽ പ്രോട്ടീൻ അമിതമായിട്ട് കഴിക്കുന്നവരാണ്, ഇറച്ചി, മീൻ, മുട്ട അങ്ങനെ അമിതമായിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ IGF-ൻ്റെ ലെവലിൽ വ്യത്യാസം വരും. അത് കൂടുതൽ കാണിക്കും. കൂടുതലായാലും പ്രശ്നം തന്നെയാണ്. അപ്പോൾ അത് ഒന്ന് നമ്മൾ പ്ലാന്റ് പ്രോട്ടീനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ സാധാരണ ജീവിതത്തിൽ മിതമായിട്ട് പ്രോട്ടീൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അനിമലും വെജിറ്റബിൾ സോഴ്സ് നോക്കി ഉച്ചയ്ക്ക് വെജിറ്റേറിയൻ ആണെങ്കിൽ വൈകുന്നേരം നിങ്ങൾക്ക് നോൺ വെജ് ഫുഡ് കഴിക്കാമല്ലോ, പ്രോട്ടീൻ സോഴ്സസ്, അതായത് മീനും മുട്ട ഇറച്ചിയൊക്കെ കഴിക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ IGF-ൻ്റെ ലെവൽ സന്തുലിതമായിട്ട് തന്നെ നിലനിൽക്കും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിനെ ഓപ്റ്റിമൈസ് ചെയ്യാമെന്നാണ് പറയുക. IGF-1 ഓപ്റ്റിമൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആയുസ്സിൻ്റെയും ആരോഗ്യത്തിനും ഒക്കെ അത് നല്ലതാണ്.